യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനും പിതാവായ ദൈവത്തിന് മഹത്വം നൽകാൻ എന്നെ ഇവിടെ നിർത്തിയ സർവശക്തനായ ദൈവത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഡോക്ടർ ഹെന്ന ജോയ്. ഞാൻ തൃശ്ശൂർ ഒല്ലൂക്കര സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ മംഗലാപുരത്ത് ഇപ്പോൾ ആണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ അമ്മയും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ പപ്പ, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ വാവ. 2023 കഴിഞ്ഞ വർഷം 2023 ഫെബ്രുവരിയിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജനറൽ മെഡിസിൻ അവിടെ ഡോക്ടറായി വർക്ക് ചെയ്തതിനാൽ ഞാൻ അവിടെ മംഗലാപുരത്തേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ പോയി. വിവാഹശേഷം 6 മാസത്തിന് ശേഷം ഞാൻ കൺസീവ് ആയത് കറക്റ്റ് അത് തന്നെയാണ് ഒരു അത്ഭുതം. കാരണം അത് കൺസീവ് ആയത് അറിഞ്ഞത് സെപ്റ്റംബർ 8 ആയിരുന്നു, മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മാതാവ് തന്നെ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന ഗിഫ്റ്റാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം 2018 മുതലേ തന്നെ എൻ്റെ പപ്പയും മമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ഓൾറെഡി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തന്നിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ പപ്പയും മമ്മയും ഇവിടെ ഉടമ്പടി എടുത്ത എൻ്റെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് മംഗലാപുരത്ത് തന്നു വിട്ടായിരുന്നു. അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും നെറ്റിയിലും എൻ്റെ ഉദരത്തിലും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പ്രതീക്ഷീന പ്രാർത്ഥന, വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും എത്തിച്ചായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തേനും ഉപ്പും സേവിച്ച് ഭക്ഷിച്ചിട്ടാണ് ഞാൻ ഇത് കൺസീവ് ചെയ്തു. ആദ്യത്തെ സ്കാൻ ചെയ്തു, നോർമലായി. എല്ലാ സ്കാനിങ്ങിനും കൊണ്ടുപോകുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ്, അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം എത്തിച്ചാണ് പോയിരുന്നത്. 3-ാം മാസം സ്കാനിങ്ങിൽ പക്ഷേ NT സ്കാൻ, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയവർക്ക് അറിയാം, NT സ്കാൻ വെരി ഇമ്പോർട്ടൻറ്റ് സ്കാനാണ്. അതിൽ സിസ്റ്റിക് ഹൈഗ്രോമ എന്നുള്ള അബ്നോമാലിറ്റിയാണ് പറഞ്ഞത്. സിസ്റ്റിക് ഹൈഗ്രോമ എന്ന് പറയുന്നത് വേറെ പല അബ്നോമാലിറ്റി ആവാം, അതിൻ്റെ തുടക്കം മാത്രമാണ് ഈ സിസ്റ്റിക് ഹൈഗ്രോമ. അപ്പോൾ സാധാരണഗതിക്ക് ചിലപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് പറയും, അല്ലെങ്കിൽ ഡോക്ടർ സാധാരണഗതിക്ക് ഡോക്ടേഴ്സ് പറയുക നിങ്ങൾ ഗൈനക്കോളജിസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാലോ, ഏറ്റവും നല്ലത് ഇത് അബോർട്ട് ചെയ്ത് കളയുകയാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്, ഒഴിവാക്കി കളയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്ത് രീതിയിലായിക്കൊള്ളട്ടെ, മാതാവ് കൂടെ ഉള്ളതിനാൽ ഈ കൊച്ചിനൊന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആ രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ കരുത്തിൽ നിന്ന് ഈ കൊച്ചിനെ സ്വീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായി തയ്യാറായിരുന്നു. എങ്കിലും NIPT, അതായത് എൻ്റെ ബ്ലഡ് എടുത്തിട്ട് വാവയ്ക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ നോക്കണ ടെസ്റ്റ് ചെയ്തു. അത് ചെയ്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു, മംഗലാപുരത്ത് തന്നെയായ കാരണം ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റാണ് ഞാൻ ഇട്ടത്. അതിന് റിസൾട്ട് വന്ന ശേഷം അത് നോർമലായി. പിന്നീടുള്ള സ്കാനിൽ ഇത് പെർസിസ്റ്റ് ചെയ്യണ കാരണം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഫർദർ ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. ഇതോടുകൂടെ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. കാരണം മംഗലാപുരത്ത് ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയി കാരണം എനിക്ക് സർജറീസും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതിനൊരുള്ളൊരു മനസ്സാന്നിധ്യം എനിക്ക് ഉണ്ടായെന്ന് തോന്നിയില്ല. മാത്രമല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള കുറച്ച് ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ പപ്പയും അമ്മയാണ് ഉടമ്പടി എടുത്തിരുന്നത്, ഞാനിതൊരു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ലോസ് ഓഫ് പേ ലീവ് എടുത്തിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നിരുന്നത്. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡിസംബർ 1 2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ, അപ്പോൾ എൻ്റെ മാഡത്തിന് തന്നെ ഞാൻ കാണിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു ഇത് സ്കാനിങ്ങിൽ ഇത് പെർസിസ്റ്റ് ചെയ്യണ കാരണം എന്തായാലും നിങ്ങൾ ഫർദർ ടെസ്റ്റിംഗ് ചെയ്യണം. എനിക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇൻവേസീവ് ടെസ്റ്റ് ചെയ്യാൻ. പക്ഷേ എനിക്ക് അറിയാവുന്ന മാഡം പറഞ്ഞതിന് സ്ഥിതിക്ക് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ, അതായത് മാഡം പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ CVS ടെസ്റ്റ് ചെയ്തു, അതായത് വാവയുടെ പ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയെടുത്തിട്ടുള്ള പരിശോധന ചെയ്തു. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ പക്ഷേ കൺജനൈറ്റൽ മയോപ്പത്തി എന്ന് പറഞ്ഞ അസുഖം എൻ്റെ കൊച്ചിന് വരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ജീവിതകാലം മൊത്തം പേടിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അബോർട്ട് ചെയ്ത് കളയുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാനും ഹസ്ബൻഡും എന്തൊക്കെ പറഞ്ഞാലും മാതാവിൽ ഉറച്ച് വിശ്വസിച്ചു, തിരുക്കുമാരിൽ ഉറച്ച് വിശ്വസിച്ച് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. തുടർച്ചയാണെങ്കിലും ഞാൻ ഉടമ്പടി ലോക്കറ്റും ഉടമ്പടി തൈലും പരട്ടി വിശ്വാസ പ്രമാണം, പ്രതീക്ഷ പ്രാർത്ഥന എത്തിച്ചിട്ട് തന്നെയാണ് പോയത്. ഓരോ സ്കാനിങ്ങിലും അത് അബ്നോർമാലിറ്റി കൂടാന്നല്ലാതെ അത് പെർസിസ്റ്റൻ്റായി വന്നു, പിന്നെ അത് കുറഞ്ഞു വന്നു. എല്ലാ പ്രാവശ്യവും ഇതും നല്ല രീതിയിൽ അനക്കം, സാധാരണഗതിക്ക് 5 മാസത്തിലാണ് അനക്കം ഫീൽ ചെയ്യുക. എനിക്ക് 4-ാം മാസം മുതൽ തന്നെ നല്ല അനക്കം ഫീൽ ചെയ്തു. മാത്രമല്ല എനിക്ക് വേദനിക്കുന്ന രീതിയിലാണ് കൊച്ചിൻ്റെ ചവിട്ട് ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും അനുഗ്രഹത്താൽ നൽകി അങ്ങനെ അവസാനം മെയ് 7 എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ വാവ. ഇവളെ ഞാൻ ഹേസിൽ എന്ന് പേരിട്ടു. ഹേസിൽ ദൈവം കണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളെ കണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ദുഃഖങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള മീനിങ് ഉള്ള ഹേസിൽ എന്ന അർത്ഥമുള്ള പേരാണ് ഇട്ടത്. അങ്ങനെ ശാസ്ത്രത്തിനും എല്ലാ ശാസ്ത്രത്തെക്കാളും അതീതമായി
അതിശയിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയും കരുണയും സ്നേഹവും ഞങ്ങളിൽ ഒഴുക്കുന്നതെന്നും എന്നിലും എൻ്റെ കൊച്ചിലും ഒഴുക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കൊച്ചിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഒന്നും വരില്ലെന്നും ഇന്നും വരില്ല, നാളെയും വരില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം.